വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ. എൻ്റെ പേര് അപർണ. ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മൾ ഏത് ചാപ്റ്ററാണ് പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കേണ്ടതെന്നാണ്. നമ്മുടെ തുടക്കം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ, അതായത് ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ള ചാപ്റ്ററാണ് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസിൽ ഫസ്റ്റ് പഠിക്കാനുള്ള ചാപ്റ്റർ. അപ്പോൾ നിങ്ങളിത് ചാപ്റ്ററിലോട്ട് കിടക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്നാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുവാണ് എന്താണ് ഭരണഘടന എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയേണ്ടത്? അതായത് ഏതൊരു രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട അടിത്തറയാണ് ഭരണഘടന എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ എല്ലാം എഴുതപ്പെട്ട ഒരു ഗ്രന്ഥത്തിനെയാണ് നമ്മൾ ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു വേർഡ് എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ദ ഒറിജിൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ടേം കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് വിച്ച് മീൻസ് ടു എസ്റ്റാബ്ലിഷ്. അതായത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് എന്നതാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഭരണഘടന എന്നാൽ എന്ത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ലോസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രന്ഥത്തിനെയാണ് നമ്മൾ ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് നമുക്കതൊരു ബ്രീഫായിട്ട് നമുക്ക് എഴുതേണ്ടി വരും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി പാലിച്ചിരിക്കേണ്ട നിയമങ്ങളൊക്കെയും എഴുതി ചേർത്ത ഗ്രന്ഥം ആണ് ഭരണഘടന. ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ബേസിക് ഫണ്ടമെൻ്റൽ ലോസ് ഓഫ് ദ സ്റ്റേറ്റ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന് പറയുന്നത് നമുക്ക് 4 തരത്തിലുണ്ട്. ഭരണഘടന 4 തരത്തിലാണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ലിഖിത ഭരണഘടന അതായത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അലിഖിത ഭരണഘടന അഥവാ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ കർക്കശമായ ഭരണഘടന റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ലാസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം നമ്മുടെ അടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര തരം ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് പറയേണ്ടത്? അലിഖിത ഭരണഘടനയുണ്ട്, ലിഖിത ഭരണഘടനയുണ്ട്, കർക്കശമായ ഭരണഘടനയുണ്ട്, അതേപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭരണഘടനയും ഉണ്ട്. ഇപ്പോൾ പേരുകൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്കിതൊക്കെ എന്താണെന്ന് നമുക്കറിയണം അല്ലേ? ഇപ്പം നമ്മുടെ അടുത്ത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത്? ഇഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സ്റ്റേറ്റ് ആർ ഇൻ എ റിട്ടൺ ഫോം ഇറ്റ് ഈസ് കോൾഡ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങളൊക്കെ ഒരു റിട്ടൺ ഫോമിൽ, അതായത് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത്. ഇപ്പം എഴുതപ്പെട്ട ഭരണഘടനയുള്ള ഒരു രാജ്യത്തിന് എക്സാമ്പിളാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ നമുക്കൊരു എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അടുത്തത് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ എഴുതപ്പെടാത്ത ഭരണഘടന. എഴുതപ്പെടാത്ത ഭരണഘടന എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു രാജ്യത്തൊരു ലോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷേ അതൊന്നും ഗ്രന്ഥമായിട്ടൊന്നും എഴുതിയിട്ടുണ്ടാവത്തില്ല. അതിങ്ങനെ വാക്കാൽ പറഞ്ഞു വെച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിളാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കശമായ ഭരണഘടന. അതിൻ്റെ പേരിൽ തന്നെയുണ്ട് ഭയങ്കര അതിനെ അമെൻഡ് ചെയ്യുക, അതായത് അതിനകത്ത് ഭേദഗതികൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പാടായിട്ടുള്ളതായിരിക്കും. അതായത് നമുക്കിപ്പം നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിൽ നമുക്കിപ്പോൾ തോന്നുവാണ് നമുക്കതിനകത്ത് ഇപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൽ ഇന്ന രാജ്യത്തെ എഡ്യൂക്കേഷൻ ഇച്ചിരി പോരാ, അതിൽ ഇന്ന നിയമങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ട് നമ്മുടെ ഗവൺമെൻറ്റിന് ഒരിക്കലും പോയിട്ട് ആ ഭരണഘടനയെ അമെൻഡ് ചെയ്ത് നമുക്ക് പുതിയ നിയമങ്ങൾ ചേർക്കാൻ പറ്റത്തില്ല. പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ആ നിയമങ്ങൾ മാത്രമേ അതിനകത്ത് ഉണ്ടാവാൻ പറ്റുള്ളൂ. അതായത് അമെൻമെൻറ്റ്സ്, ഭേദഗതികൾ ചെയ്യാൻ പറ്റാത്ത ഭരണഘടനയാണ് നമ്മൾ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ കർക്കശമായ ഭരണഘടന എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചെന്നിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ ചെന്നിട്ട് നമുക്ക് അമെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ മാറ്റം വരുത്താൻ പറ്റുന്ന ഭരണഘടന. അതായത് നമ്മളുടെ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അമെൻമെൻറ്റ്സ് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പാടാണ്. കാര്യം അങ്ങനെ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഈ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് വരുന്ന സമയത്ത് നമുക്കിപ്പം
ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇതിനകത്ത് നമുക്കൊരു മാറ്റം വരുത്തണം, പുതിയ നിയമങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതായത് ഭേദഗതികൾ കൊണ്ടുവരാൻ പറ്റുന്ന ഭരണഘടനയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിളാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം 4 ടൈപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് പഠിച്ചു. 4 ടൈപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാണെന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയേണ്ടത്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഈ 4 എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയാണ്. അതിനൊരു എക്സാമ്പിളാണ് ഏത്? നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എഴുതപ്പെടാത്ത ഭരണഘടനയാണ്. ഈ എഴുതപ്പെടാത്ത ഭരണഘടനയ്ക്ക് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റേതാണ്? നമ്മുടെ ബ്രിട്ടൻ്റേതാണ്. പിന്നെ ഏതാ? റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എക്സാമ്പിൾ ഏതാണ്? അമേരിക്കയാണ്. ആ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത എന്താണ്? റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഭേദഗതികൾ കൊണ്ടുവരാനായിട്ട് കഴിയത്തില്ല. അതിനെയാണ് നമ്മൾ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഭേദഗതികൾ കൊണ്ടുവരാനും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാനും പഴയ കാര്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനും ഒക്കെ പറ്റും. അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ ഏത് രാജ്യമാണ്? നമ്മുടെ ബ്രിട്ടൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 4 കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണെന്നൊരു ഏകദേശം അല്ല, നല്ല രീതിക്ക് ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ധർമ്മങ്ങൾ അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടു പ്രൊവൈഡ് എ സെറ്റ് ഓഫ് ബേസിക് ലോസ് ടു കോർഡിനേറ്റ് ദ പീപ്പിൾ ഓഫ് എ ഗിവൺ സൊസൈറ്റി. അതായത് ഒരു നിശ്ചിത സമൂഹത്തിലെ ആളുകളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന നിയമങ്ങളുടെ ഒരു കൂട്ടത്തെ നൽകുന്നത് നമ്മുടെ ഭരണഘടനയാണ്. സംഭവം ഇത്രേ ഉള്ളൂ, ഒരു സമൂഹത്തിൽ പലതരത്തിലുള്ള ആൾക്കാർ കാണും. ഇപ്പോൾ എൻ്റെ സ്വഭാവമായിരിക്കത്തില്ല വേറൊരാൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്ത സ്വഭാവത്തിലും വ്യത്യസ്ത സംസ്കാരത്തിലുമുള്ള ആളുകളെയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമത്തിനെ കൊടുക്കുക എന്നതാണ് എന്തിൻ്റെ ധർമ്മം? നമ്മുടെ ഭരണഘടനയുടെ ധർമ്മം എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ഇന്ത്യ തന്നെ. അതിനാണ് എക്സാമ്പിൾ. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, പലതരം സംസ്കാരങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ആ പലതരം സംസ്കാരത്തിലുള്ള ആൾക്കാരെ എല്ലാം ഒരുമിച്ച് വളരെ ഐക്യത്തോടെ നമ്മുടെ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറേ നിയമങ്ങളുള്ളതുകൊണ്ടാണ്. നിയമങ്ങളെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെയാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്പെസിഫൈ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ദ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഇൻ എ കൺട്രി ഓർ സൊസൈറ്റി. അതായത് ഒരു രാജ്യത്തിലോ സമൂഹത്തിലോ ഏത് സ്ഥാപനത്തിലാണ് തീരുമാനമെടുക്കാൻ അധികാരമെന്ന് വ്യക്തമാക്കുന്നത് ആരാണ്? അവിടുത്തെ ഭരണഘടനയാണ്. അതായത് ഇപ്പം ഒരു രാജ്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം ഏതൊരാളുടെ കയ്യിലാണ് എന്ന് പറയുന്നത് അവിടുത്തെ ഭരണഘടനയാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ പൂർണ്ണമായിട്ടുള്ള അധികാരം 2 പേരുടെ കയ്യിലായിട്ട് വിഭജിച്ച് കൊടുത്തിട്ടുണ്ട്. ആരുടെയൊക്കെയാണ്? ഒന്ന് സെൻട്രൽ ഗവൺമെൻറ്, രണ്ടാമത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും. അങ്ങനെ ഇത് പറഞ്ഞിരിക്കുന്നത് ഏതിലാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലാണ്. അത്തരത്തിൽ അധികാരങ്ങളെയൊക്കെ നമുക്ക് വീതിച്ചു കൊടുത്തിരിക്കുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയിലാണ്. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ലിമിറ്റ് ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. അതായത് സർക്കാരിൻ്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുക. ഇപ്പം നമുക്ക് ഒരാൾക്ക് കൂടുതൽ പവർ, ആ രാജ്യത്തിൻ്റെ എല്ലാ നിയന്ത്രണവും ഒരാളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അയാൾക്ക് എന്തും ചെയ്യാൻ പറ്റും. അതിനെ ചോദ്യം ചെയ്യാനായിട്ട് അവിടെ വേറൊരാളില്ല. സോ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവിടെ കാര്യങ്ങൾ നടക്കും. അങ്ങനെയുള്ള ഒന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഗവൺമെൻറ്റിനെ, അവിടെ ഭരണത്തിലുള്ള ഗവൺമെൻറ്റിനെ അവരുടെ അധികാരത്തിനെ പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? ഭരണഘടന സഹായിക്കുന്നു. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ഒരു തെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സുപ്രീം കോടതിയിൽ പോയിട്ട് അപ്പീൽ കൊടുക്കാം. കേസ് ഫയൽ ചെയ്തിട്ട് നമുക്ക് ഗവൺമെൻറ്റിനെതിരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പം അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മൗലിക അവകാശങ്ങൾ, അതായത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ പൗരന്മാർക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. അതായത് മൗലിക അവകാശങ്ങളുണ്ട്. നമുക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ഭരണഘടന തന്നിട്ടുണ്ട്. അതിലൊരിക്കലും ഒരു ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്കോ കൈ കടത്താൻ പറ്റത്തില്ല. അങ്ങനെ കൈ കടത്തുകയാണെങ്കിൽ നമുക്കതിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സർക്കാരിൻ്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പൗരന്മാർക്ക് ഭരണഘടന എന്ത് നൽകുന്നു? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ
നൽകുന്നുണ്ട്. നാലാമത്തെന്ന് പറയുന്നത് ടു എനേബിൾ ദ ഗവൺമെൻറ് ആൻഡ് ടു ഫുൾഫിൽ ദ ആസ്പിറേഷൻ ആൻഡ് ഗോൾ ഓഫ് സൊസൈറ്റി. സമൂഹത്തിൻ്റെ അഭിലാഷവും ലക്ഷ്യങ്ങളും നിറവേറ്റി ഗവൺമെൻറ്റിനെ പ്രാപ്തമാക്കാൻ സഹായിക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ടാവും അവർക്ക് വേണ്ടത്. ഇപ്പോൾ ഇക്വാലിറ്റി ഉണ്ടാവും, പബ്ലിക് ഫെസിലിറ്റീസ് ഉണ്ടാവും, അതേപോലെ വെൽഫെയർ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നൽകേണ്ടത് ആരാണ്? നമ്മുടെ ഗവൺമെൻറ്റാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഗവൺമെൻറ്റിന് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിന് പറഞ്ഞു കൊടുക്കുന്നത് ആരാ? ഈ ഭരണഘടനയാണ്. ഓക്കെ. ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റി ഓഫ് ദ പീപ്പിൾ ആണ് അഞ്ചാമത്തത്. അതായത് ഒരു ജനതയുടെ മൗലികമായ വ്യക്തിത്വം നൽകുന്നത്. അതായത് ഒരു ജനതയ്ക്ക് കുറച്ച് കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന ഇന്ന നിയമങ്ങൾ നിങ്ങൾ പാലിക്കണം, ഈ ഒരു രാജ്യത്ത് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന ഇന്ന നിയമങ്ങൾ പാലിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എന്താ അവർക്കൊരു ഐഡൻറ്റിറ്റി വരും. ഇപ്പോൾ എല്ലാവരും ഒരേപോലെ കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ, നിയമങ്ങൾക്ക് അനുസരിച്ചിട്ട് ഒരേപോലെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ പറയാൻ പറ്റുന്നത് എന്താ? ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റി ഓഫ് ദ പീപ്പിൾ. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഐഡൻറ്റിറ്റി നൽകുവാണ് ഭരണഘടന ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഭരണഘടനയുടെ ധർമ്മങ്ങൾ, അതായത് ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കിയത്. എന്തൊക്കെയാ? ടു പ്രൊവൈഡ് എ സെറ്റ് ഓഫ് ബേസിക് ലോസ് ടു കോർഡിനേറ്റ് ദ പീപ്പിൾ ഓഫ് എ ഗിവൺ സൊസൈറ്റി. അതായത് ഒരു നിശ്ചിത സമൂഹത്തിലെ ആളുകളെ ഏകോപിപ്പിക്കുന്നതിനും അടിസ്ഥാന നിയമങ്ങളുടെ ഒരു കൂട്ടം നൽകുന്നത് ആരാണ്? നമ്മുടെ ഭരണഘടനയാണ്. അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞത് എന്താ? നമ്മുടെ ഇന്ത്യയും ഇന്ത്യയിലെ വിവിധ കൾച്ചറിലുള്ള ആൾക്കാരെയും തമ്മിലാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ടു സ്പെസിഫൈ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ദ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഇൻ എ കൺട്രി ഓർ സൊസൈറ്റി. അതായത് ഒരു രാജ്യത്തിലോ സമൂഹത്തിലോ ഏത് സ്ഥാപനത്തിനാണ് തീരുമാനമെടുക്കാൻ അധികാരമെന്ന് വ്യക്തമാക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിൻ്റെ പവർ അവർ പരിമിതപ്പെടുത്തുന്നുണ്ട് ഭരണഘടന വഴി. ടു ലിമിറ്റ് ദ പവർ ഓഫ് ദ ഗവൺമെൻറ്. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് എന്താ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൗലിക അവകാശങ്ങൾ നമ്മുടെ ഒരു പൗരന് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സർക്കാർ പൂർണ്ണമായിട്ടും നമ്മളെ നിയന്ത്രിക്കാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്, സർക്കാരിൻ്റെ പവറുകളിൽ ലിമിറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ജനങ്ങൾക്ക് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ടു എനേബിൾ ദ ഗവൺമെൻറ് ആൻഡ് ടു ഫുൾഫിൽ ദ ആസ്പിറേഷൻ ആൻഡ് ഗോൾ ഓഫ് സൊസൈറ്റി. സമൂഹത്തിൻ്റെ അഭിലാഷവും ലക്ഷ്യങ്ങളും നിറവേറ്റി ഗവൺമെൻറ്റിനെ പ്രാപ്തമാക്കാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കിപ്പം ഇക്വാലിറ്റി ആയാലും പബ്ലിക് ഫെസിലിറ്റി ആയാലും വെൽഫെയർ ഒക്കെ ആണെങ്കിലും നമുക്ക് ആര് തരേണ്ടതാണ്? ഗവൺമെൻറ് തരേണ്ടതാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഇതിനുള്ള ശുപാർശകൾ കൊടുക്കുന്നത് എവിടെയാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഓക്കെ. അപ്പം നമ്മളിപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പഠിച്ചു. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഒരു രാജ്യത്തെ എഴുതപ്പെട്ടിട്ടുള്ള നിയമങ്ങളൊക്കെയുള്ള അടിസ്ഥാന ഗ്രന്ഥത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കിയത് എന്താ? ഏതൊക്കെ ടൈപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ നോക്കി. എത്ര ടൈപ്പ് ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്? 4 ടൈപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നാണ് പഠിച്ചത്. 1 ലിഖിത ഭരണഘടന അഥവാ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. 2 അലിഖിത ഭരണഘടന അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. 3 ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. 4 റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ നമ്മൾ നോക്കിയത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫങ്ഷൻസിനെ പറ്റി. അതായത് ഒരു ഭരണഘടന എന്തൊക്കെ ധർമ്മങ്ങൾ ഒരു രാജ്യത്ത് നിർവഹിക്കുന്നു എന്ന് നമ്മൾ നോക്കി. ഇപ്പം നമ്മൾ ലാസ്റ്റ് പഠിച്ച് നിർത്തിയത് ഇവിടം വരെയാണ്. സോ ഇനി നമ്മൾ നോക്കുന്ന അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനയുടെ അധികാരങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കും. സോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അതൊരു ബൈ.